ബിൻ ഇയാദ് എന്നൊരു മനുഷ്യൻ മാറിയ ചരിത്രമുണ്ട്. ഫുവൈല് കള്ളനായിരുന്നു, ഫുവൈല് പോക്കിരിയായിരുന്നു, പിടിച്ചുപറിക്കാരനായിരുന്നു. റോഡിന്റെ ഓരങ്ങളിൽ ഒളിച്ചു നിന്ന് അതിലൂടെ വഴിയാത്രക്കാരായി വരുന്ന ആളുകളെ തട്ടിപ്പ് നടത്തി കവർച്ചകൾ ചെയ്ത് ജീവിച്ച ഫുവൈൽ വമ്പിച്ച വലിയൊരു തോന്നിയാസത്തിന്റെ ഉടമയുമായിരുന്നു. വ്യഭിചാരിയായിരുന്നു. അദ്ദേഹം ഒരു യുവതിയുമായിട്ട് പ്രണയത്തിലാകുന്നു, അടുക്കുന്നു. അങ്ങനെ ആ യുവതിയെ പ്രാപിക്കുവാനായി തക്കം നോക്കി ഒരു ദിവസം മതിലി ചാടാൻ, നമ്മുടെ ഭാഷയിൽ മതിലി ചാടാൻ വേണ്ടി ഒരുങ്ങവേ അവിടെ നിന്ന് ആയത്ത് കേൾക്കുകയാണ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് ഫലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ എന്ന ആയത്ത് പ്രിയപ്പെട്ടവരെ ഫുവൈൽ ബിൻ ഇയാദിന്റെ മുന്നോട്ട് വെച്ച കാലിനെ തിരിച്ചെടുപ്പിച്ചു കളഞ്ഞു. ചിന്തനീയമായ ആയത്ത് ഫുവൈൽ ബിൻ ഇയാദിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഇടിനാദങ്ങൾ പോലെ ചെന്ന് തറച്ചു. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അടുത്തു നിന്ന് കേൾക്കുകയാണ്, അലം യഅനി ലില്ലദീന ആമനൂ, വിശ്വസിച്ചവർക്ക് അല്ലാഹുവിന്റെ സ്മരണയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും തങ്ങളുടെ ഹൃദയങ്ങൾ ഒഴുക്കി വിനയപ്പെട്ടു വരാൻ സമയമായിട്ടില്ലേ എന്ന ചോദ്യമാണ്. പിന്നീട് ചോദിക്കുന്നു, മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ അവരാകാതിരിക്കാൻ അവർക്ക് സമയമായിട്ടില്ലേ? അടുത്ത ചോദ്യമാണ്, കാലം ദീർഘിച്ചു, അവരുടെ ഹൃദയങ്ങൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ എന്തായിപ്പോയി, കടുത്തുപോയി. അതുകൊണ്ട് വകസീറുൻ മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികം ആളുകളും ദുർനടപ്പുകാരായിരുന്നു എന്ന് ഖുർആൻ. അദ്ദേഹം എല്ലാം നിർത്തിക്കളഞ്ഞു. ഫുവൈൽ ബിൻ ഇയാദ് മാറുകയാണ്. അദ്ദേഹം ഒരുപാട് പഠിച്ചു, ഒരുപാട് വിചിന്തനം നടത്തി, പുനർവിചിന്തനം നടത്തി, വീണ്ടും വിചാരം നടത്തി. അദ്ദേഹത്തിന് മാറണമെന്നുള്ള വിചാരം വന്നു. അങ്ങനെ അദ്ദേഹം പിൽക്കാലത്ത് തൗബ ചെയ്ത് മടങ്ങുകയും ഉജ്ജ്വലനായ ഒരു പണ്ഡിതനായി മാറുകയും ചെയ്തു എന്നാണ് ചരിത്രം.